മുള്ളുകൾ കളിച്ചിരിവട്ടങ്ങൾ ഉള്ളുണർത്തും നർമ്മവെട്ടങ്ങൾ കല്ലുകൾ മുള്ളുകൾ കളിച്ചിരിവട്ടങ്ങൾ ഉള്ളുണർത്തും നർമ്മവെട്ടങ്ങൾ ചിരിച്ചും കളിച്ചും ചിന്തകൾ വിടർത്തും ചേതോഹരമാം ചിറകടി നാദങ്ങൾ ആ എല്ലാവരും ഉണ്ടല്ലോ. വരൂ വരൂ, എന്നിട്ട് കടന്നിരിക്കൂ. വരൂ. സാറേ, ഇന്നല്ലേ കളക്ടറേറ്റ് പടിക്കൽ പിക്കറ്റിംഗ് വെച്ചിരിക്കണേ? നേരത്തെ അവിടെ എത്തണ്ടേ? ഞാൻ റെഡി. നമുക്ക് എന്റെ വണ്ടി പോവാം. 2 വണ്ടി എടുക്കാം നമുക്ക്. ആ അത് മതി, നമുക്കപ്പോ വേഗത്തല്ലോ. നിങ്ങൾ ഇരിക്കൂ, ഒരു ചായ കുടിച്ചിട്ടാ. ടീച്ചറെ, ഇവർക്ക് ചായ വേണം. ചായ ഒക്കെ തരാം, കടിയൊന്നും ആയിട്ടില്ല. കടിക്കാനൊന്നും നേരമില്ല ടീച്ചറെ. എനിക്കൊരു ലൈറ്റ് ചായ മതി. എനിക്കൊരു പാൽ വേണം. ടീച്ചറെ, എനിക്ക് അടുപ്പത്തിലൊരു കാപ്പി ആയിക്കോട്ടെ. ടീച്ചറെ, എനിക്കൊരു ലൈറ്റ് വിത്തൗട്ട് ചായ വേണം. എനിക്ക് ചായയും കാപ്പിയും ഒന്നും വേണ്ട, ഞാൻ ഒന്നും കഴിക്കാറില്ല. എനിക്കൊരു കട്ടൻ ചായ മതി. എല്ലാവർക്കും ഈ പറഞ്ഞതൊക്കെ തരാം. പക്ഷേ എന്താ ടീച്ചറെ ഒരു പക്ഷേ? പറയാം. രാവിലെ ചായയും കുടിച്ചോണ്ട് ഇവിടുന്ന് ഇറക്കി കൊണ്ടുപോയിട്ട് ഇങ്ങോട്ട് വരുമ്പോ 4 കാലിലാക്കി കൊണ്ടുവരരുത്. പറഞ്ഞേ ഉള്ളൂ. ടീച്ചറെ, ഞങ്ങളാരും സാറിന് സൽക്കരിക്കാറില്ല. സാറാണ് ഞങ്ങളൊക്കെ സൽക്കരിക്കാറുള്ളത്. അതെ, അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ഒരിക്കലും അങ്ങനെ ആയിന്ന് വെച്ചിട്ട് എപ്പോഴും അങ്ങനെ ആവണം എന്നുണ്ടോ ടീച്ചറെ? ഇല്ല, എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. ഞാനൊന്ന് ഓർമ്മിപ്പിച്ചേ ഉള്ളൂ. ഞാൻ അതിൽ പെടില്ല ടീച്ചറെ. അതില്ല, ബീന എനിക്കറിയാലോ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ സാർ. സാർ അങ്ങോട്ട് എത്തിയാ മതി. ഇനിയിപ്പൊ ജാതി വേണ്ടല്ലോ. അപ്പൊ ചായ അതിനി വേണ്ട. ഇവരെല്ലാവരും സംഘടിപ്പിച്ചേ ബീനയാ. അവരെല്ലാം അവിടെ എത്തിക്കേണ്ട ചുമതലയും ബീനയ്ക്കുള്ളതാണ്. അവളൊരു തമാശ പറഞ്ഞു എന്ന് എഴുതി നിങ്ങൾ പിണങ്ങല്ലേ? ടീച്ചർ പറഞ്ഞതിലും കാര്യമുണ്ട്. ഇത് ഹോട്ടലൊന്നും അല്ലല്ലോ. അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ഉണ്ണിമാഷേ. ആരും സ്ത്രീകളെ അടിമകളാക്കരുത്. കാലം മാറി. ബീനയെ പോലുള്ളവര് ഇനിയും ഈ രംഗത്തിറങ്ങണം. അതിന് മദ്യസൽക്കാരങ്ങളൊക്കെ നിർത്തണം. മാഷേ, ഇലക്ഷൻ വരികയല്ലേ, നമുക്ക് സ്ഥാനാർത്ഥിയായിട്ട് ടീച്ചറെ നിർദ്ദേശിച്ചാലോ? ഇപ്പൊ അതല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. എല്ലാവരും പോവാൻ റെഡി ആയിക്കോളൂ. അതെ, അതിനി ഇനി സമയമുണ്ടല്ലോ. നമുക്കിപ്പോ ഇറങ്ങാം. ചായയൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ടാവാം. മേഡം തന്നെ അടുത്ത സ്ഥാനം. എല്ലാവരും പോയി വരൂ. പിക്കറ്റിംഗ് വിജയിക്കട്ടെ.